യമന്റെ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച ഹൈപ്പർസോണിക് പാലസ്റ്റീൻ 2 എന്ന മിസൈൽ ബെൻ ഗൂറിയോൺ വിമാനത്താവളത്തിൽ അത് കൃത്യമായി മിസൈൽ വർഷിച്ചിരിക്കുന്നു എന്നാണ് യമൻ അവകാശപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ യമന്റെ നീക്കങ്ങൾ ഓരോന്നും ഇസ്രയേലിന് തലവേദന തന്നെയാണ്. കാരണം ബെൻ ഗൂറിയോൺ എയർപോർട്ടിലെ നിരവധിയായ സർവീസുകൾ റദ്ദാക്കി എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്നും സിവിലിയൻസിനെ മാറ്റുകയും എസ്കലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നു. വിമാനത്താവളത്തിൽ 24 മണിക്കൂറിലത്തേക്ക് അധികം ഓപ്പറേഷൻ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് യഹ്യാ സാരി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. യമൻ കൃത്യമായി എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്. 2025 ജനുവരിയിൽ ഇസ്രയേൽ ഗാസയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ വെടിനിർത്തലുമായി വന്നപ്പോൾ യമൻ അവരുടെ പ്രത്യാക്രമണം നിർത്തിവെച്ചതാണെന്നും, എന്നാൽ 2 മാസത്തിന് ശേഷം വീണ്ടും ഏകപക്ഷീയമായിട്ടുള്ള അവരുടെ ആക്രമണം വന്നപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയതെന്നും, ഹൈഫയിലും ഏലിയറ്റിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ ഒക്കെ ഞങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമണം തുടരുമെന്നുമാണ് യഹ്യാ സാരി മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. യമന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഫലസ്തീൻ്റെ രാഷ്ട്ര പദവി ഇസ്രായേൽ അംഗീകരിക്കുക എന്നതും ഗാസയെ മോചിപ്പിക്കുക എന്നതും. ഗാസയിൽ നടത്തുന്ന വംശഹത്യ കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ചെങ്കടലിലെ ആക്രമണം മാത്രമല്ല, നേരിട്ടുള്ള പ്രത്യാക്രമണവും ഇസ്രയേൽ ഇനി നേർക്കുനേർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും, ഞങ്ങൾ അവസാന ശ്വാസം വരെ ഫലസ്തീനു വേണ്ടി പോരാടുമെന്നും യഹ്യാ സാരി വ്യക്തമാക്കിയിരിക്കുകയാണ്. യമന്റെ പ്രത്യാക്രമണവും യമന്റെ ഇത്തരത്തിലുള്ള ശക്തമായ നീക്കവും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പ്രത്യാക്രമണം തന്നെയാണ്. കാരണം കൃത്യമായും ഗാസയ്ക്ക് തിരിച്ചാക്രമിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അതിനെല്ലാം തിരിച്ചടി കൊടുക്കുന്നത് സഹോദര തുല്യരായ യമനിലെ ഹൂതി വിമതർ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് യഹ്യാ സാരിയുടെ ഓരോ നീക്കവും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവെറിയനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹൂതി വിമതരുടെ ആക്രമണം. നമുക്കറിയാം, യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ പറയുന്ന വംശഹത്യക്കെതിരെ, ഈ തരത്തിലുള്ള ക്രൂര നരനായാട്ടിനെതിരെ രംഗത്ത് വന്ന ഒരു കാഴ്ച. എന്നിട്ടും ഇസ്രയേൽ കരിതുള്ളി നിൽക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ കൃത്യമായി അവരെ ശമിപ്പിക്കാം, അവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് എന്ന് തന്നെയാണ് യമൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് തന്നെ അറിയാം, കൂടുതൽ കളിച്ചാൽ യമൻ രണ്ടും കൽപ്പിച്ച് ആക്രമണം ഏറ്റവും പാരമ്യത്തിലേക്ക് ആക്കുകയും അത് മറ്റു തലങ്ങളിലേക്ക് പോവുകയും ചെയ്യുമെന്ന്. ഗാസയുടെ സംരക്ഷണം ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. അവരെ കൊന്നൊടുക്കാൻ ഞങ്ങൾ കയ്യും കെട്ടി അത് നോക്കി നിൽക്കുമെന്ന് കരുതുകയേ വേണ്ട എന്നാണ് യഹ്യാ സാരി വ്യക്തമാക്കിയിരിക്കുന്നത്.